നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജേർണലിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ പലരും പറഞ്ഞ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ പലരും പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് ജേർണലിങ്. എന്താ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്ന പരിപാടി. പണ്ട് നമ്മൾ ഡയറി എഴുത്ത് എന്ന് പറയുന്ന പലർക്കും ഉണ്ടായിരുന്നൊരു ഹാബിറ്റ്. നമുക്ക് നമ്മുടെ എൽഡേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പലർക്കും ഇതുപോലെ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിനെ കുറച്ചും കൂടെ ഒരു ഫാൻസി ടൈമിൽ നമ്മൾ ജേർണലിംഗ് എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, എന്തിനാ ഈ ജേർണൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജേർണൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ്റെ ഒരു ജേർണലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ നമ്മൾ കോച്ചിങ്ങിന് വരുന്ന ക്ലയൻസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ ഒന്ന് ജേർണൽ ചെയ്ത് തുടങ്ങൂ എന്നുള്ളത്. അല്ലെങ്കിൽ തെറാപ്പിക്ക് പോയിട്ടുള്ളവർക്ക്, സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടുള്ളവർക്ക് അവർ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ ജേർണൽ ചെയ്യാൻ തുടങ്ങൂ എന്നുള്ളത്. അപ്പോൾ ജേർണൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാജിക്ക് സംഭവിക്കുന്നതുകൊണ്ടാണോ ജേർണൽ ചെയ്യാൻ പറയുന്നത്? യെസ്, ജേർണൽ ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു മാജിക്ക് സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും എങ്ങനെയാണ് ഒരു ജേർണലിംഗ് ജേർണി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ആളുകൾ ഈ ജേർണലിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഈ ജേർണലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള തോട്ട്സ് നമ്മൾ എഴുതുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിന് നല്ല ക്ലാരിറ്റി തരുന്നൊരു പരിപാടിയാണ്. അതായത് ശരിക്കും നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് അവനവനൊപ്പം ഇരിക്കുന്നൊരു പരിപാടിയാണ്. എന്തൊക്കെ എൻ്റെ ഉള്ളിൽ നടക്കുന്നത്, എന്തൊക്കെ എൻ്റെ ഇമോഷൻസ്, എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ തന്നെ ഇരുന്നൊന്ന് പ്രോസസ്സ് ചെയ്യും. അങ്ങനെ പ്രോസസ്സ് ചെയ്താലാണല്ലോ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന പ്രോസസ്സ് ചെയ്തെടുത്ത് എഴുതി വെക്കുന്നൊരു പരിപാടിയാണ്. അത്രയും ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ നമ്മുടെ തലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഈവൻസിനോടും നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മൂഡ് എങ്ങനെയാണ്, ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ പാറ്റേൺ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ഈ ജേർണലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ജേർണലിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ ഗോൾസ് എഴുതി വെക്കുക, നമ്മുടെ ഡ്രീംസ് എഴുതി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും തലയിൽ ഒരു GPS ഓൺ ചെയ്ത് വെക്കുന്ന പോലെയാണ്. എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുറേ സെൻസസ് ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മൾ കൈവച്ചിട്ട് എഴുതുമ്പോൾ നമ്മുടെ ടച്ച് അതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് അത് കാണുന്നുണ്ട്, അതിൻ്റെ വിഷ്വൽ വരുന്നുണ്ട്. ഇങ്ങനെ കുറേ പ്രോസസ്സ് എഴുത്തെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെയാണ് ജേർണലിംഗ് ഭയങ്കര പവർഫുൾ ആവുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര തിരക്കൊക്കെ ഉള്ള നമ്മുടെ ലൈഫിൽ കുറച്ച് സമയം അവനവനൊപ്പം ഇരിക്കുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു, നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എഴുതി തുടങ്ങുന്നു. എങ്ങനെ നമ്മൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്കൊരു സമയം കണ്ടുപിടിക്കാം. നമുക്ക് രാവിലെയാണോ എഴുതാൻ ഇഷ്ടം, അല്ലെങ്കിൽ വൈകിട്ടാണോ എഴുതാൻ ഇഷ്ടം? എഴുതാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 10-20 പേജ് എഴുതുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും തുടങ്ങുക. അത് നമുക്കിപ്പോൾ വലിയൊരു ഫാൻസി ഡയറി വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ മൊബൈലിന് നോട്ട് പാഡിൽ കുറിച്ച് വെച്ചുകൊണ്ട് വേണമെങ്കിൽ പോലും നമ്മുടെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ഒരു നോട്ട്ബുക്ക് ആണെങ്കിലും മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സാധനങ്ങളോടൊരു തുടങ്ങാനൊരു ആവേശത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഒരു ഡയറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇഷ്ടമുള്ളൊരു പേനയൊക്കെ വെച്ച് സ്ഥിരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ജേർണലിംഗ് ചെയ്തു തുടങ്ങാം. പക്ഷേ ഈ സമയം ഡിസൈഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി എല്ലാ ദിവസവും ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ജേർണലിംഗ് ജേർണി കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഇപ്പോൾ 2 ദിവസം എഴുതാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ഇതെല്ലാം കയ്യിൽ നിന്ന് പോയി അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ദിവസം നമുക്ക് എഴുതാൻ തോന്നിയെന്ന് വരില്ല, പക്ഷെ ചില ദിവസം നമുക്കത് ഭയങ്കര ആവശ്യമായിരിക്കും. അപ്പോൾ നമ്മൾ സമയം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, വേണമെങ്കിൽ രാവിലെ എണീറ്റിട്ടുള്ള നമ്മുടെ വലിയ തിരക്കുകളിലേക്ക് ഓടിപ്പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയം ഇരുന്ന് എന്തൊക്കെയാണ് എൻ്റെ ചിന്ത, ഇന്ന് എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ട, പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്, ഇന്ന് ആരെയൊക്കെയാണ് കാണാനുള്ളത്, ഇന്ന് എന്തിൽ കൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോകാൻ സാധ്യതയുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എഴുതിക്കൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങാം. അതൊരു ഓപ്ഷൻ മാത്രമാണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം, ഞാൻ എപ്പോഴും പറയുന്നത് വൈകുന്നേരമാണ് ഒരു ഐഡിയൽ ടൈം. കാരണം നമ്മുടെ ആ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇന്നത്തെ ഒരു മേജർ ഇമോഷൻ എന്തായിരുന്നു, കൂടുതൽ സമയം ഞാൻ കൊണ്ടു നടന്ന ഒരു മൂഡ് എന്താണ്, അത് ഭയങ്കര ഹെവിനെസ് ആയിരുന്നോ, സ്ട്രെസ്സായിരുന്നോ, സന്തോഷമായിരുന്നോ, ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നോ, ഹോപ്പ്ലെസ്നെസ് ആയിരുന്നോ, അതൊന്ന് അവനവനോട് കൂടെ ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് എന്തായിരുന്നു എന്ന് ആലോചിച്ചിട്ട് വൈകിട്ട് അതൊന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വെൻ്റ് ഔട്ടാണ്. നമുക്ക് ഇതൊരാളോട് പറഞ്ഞു തീർക്കുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ മൊത്തം ഒന്ന് പുറത്തേക്ക് കുടഞ്ഞു കളയുന്നത് പോലെയുള്ളൊരു സമാധാനം അത് തരാറുണ്ട് പലർക്കും. അതുപോലെ ജേർണലിങ്ങിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രോംപ്റ്റുകളുള്ള ജേർണൽസ് നമുക്ക് മേടിക്കാൻ കിട്ടും.
അപ്പോൾ നമുക്ക് തുടങ്ങാൻ വേണമെങ്കിൽ അത്തരത്തിലുള്ള ജേർണൽസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇന്ന് നമ്മൾ സന്തോഷിച്ച കാര്യങ്ങൾ, ഇന്ന് നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രോംപ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പ്രോംപ്റ്റുകളിൽ മിക്കപ്പോഴും ഉള്ളത് ഇന്നത്തെ എൻ്റെ ഒരു മേജർ മൂഡ് എന്തായിരുന്നു അത് നമുക്ക് എഴുതി വെക്കാം. ഇന്ന് നമുക്ക് സന്തോഷം തന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. നമ്മൾ ഈ സന്തോഷത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പറയുകയാണ് നമ്മൾ നോട്ട് ചെയ്യാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു പല സന്തോഷങ്ങളും നമ്മുടെ ചുറ്റും ഡെയിലി നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഈ സന്തോഷം നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഈ സന്തോഷം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സന്തോഷമൊന്നും ആവണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരു കുട്ടി നമ്മളെ കാണുന്നു, പെട്ടെന്ന് സന്തോഷത്തോടെ കുട്ടി ഒന്ന് ചിരിച്ചു എങ്കിൽ പോലും അതുപോലും ഒരു സന്തോഷമാണ്. നമ്മുടെ മുറ്റത്ത് ഒരു പുതിയ പൂ വിരിഞ്ഞാൽ അതും ഒരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്തൊക്കെയാണ് അന്ന് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ആരെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നും വേണ്ട, നമ്മൾ അന്ന് കഴിച്ച ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു അനുഭവം ഫുഡുമായിട്ട് പോലും നമുക്ക് ഉണ്ടായോ, അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് നോട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് സന്തോഷം നല്ല കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ജേർണലിൽ നോട്ട് ചെയ്യാം. അപ്പം നമ്മൾ മൂഡ്സിൻ്റെ കാര്യം പറഞ്ഞു, നമുക്കതുപോലെ സന്തോഷം തന്ന കാര്യം പറഞ്ഞു. എന്ത് കാര്യത്തിലാണ് ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും അധികം ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഭയങ്കര ജനറലായിട്ട് എല്ലാവരും പറയുന്ന കാര്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണം, നമ്മൾ യൂണിവേഴ്സിനോട് നമുക്ക് ഉള്ളതിനൊക്കെ നന്ദി പറയണം എന്നുള്ളത്. ഇത് ഈ ഉള്ളതിന് നമ്മൾ നന്ദി പറയുമ്പോൾ യൂണിവേഴ്സ് അത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതിന് മുന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓക്കെ ഇതൊക്കെ ഉണ്ട്, ഞാനിതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് കൊടുക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ദാറ്റ് മാറ്റേഴ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിനകത്തൊക്കെ ഒരു നിറവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബോഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതിനാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് നോട്ട് ചെയ്ത് എഴുതിയൊക്കെ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള റീസണുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അത് ചുറ്റിലും കുറച്ചും കൂടെ, അതായത് നമ്മൾ ഈ കുറ്റങ്ങളും കുറവുകളും സ്പോട്ട് ചെയ്യുന്നതിന് പകരം സന്തോഷമുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പിക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്നൊരു ട്രെയിനിങ്ങും കൂടിയാണ്. അപ്പോൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടി ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സമയം ഫിക്സ് ചെയ്യാം. വളരെ റിജിഡായിട്ട് ആ സമയത്തിൽ തന്നെ പിടിക്കണം എന്നൊന്നുമില്ല, പക്ഷേ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ഏകദേശം ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനൊരു സമയം ഫിക്സ് ചെയ്യുകയും ആ സമയത്ത് അല്പസമയം അവനവനോട് കൂടി സ്പെൻഡ് ചെയ്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ് നമുക്കൊന്ന് കുറിച്ച് വെക്കാം. ഇനി കുറിച്ച് വെക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ പലപ്പോഴും നമുക്കുള്ളൊരു ചിന്ത ഇത് വേറെ ആരെങ്കിലും കണ്ടാലോ എന്നുള്ള വിചാരത്തിലാണ് നമുക്ക് പലപ്പോഴും തുറന്നെഴുതാൻ പറ്റാത്തത്. ഇത് നമ്മുടെ മാത്രം ഒരു പേഴ്സണൽ പൊസഷനായിട്ട് വേറെ ആർക്കും ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ എനിക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ പലർക്കും ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രൈവസി ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഭയങ്കര ഡീപ്പായിട്ടുള്ള സീക്രട്സ് അല്ലാത്ത കാര്യങ്ങൾ, ചില ഇമോഷൻസൊക്കെ നമുക്ക് എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിലെങ്കിലും നമുക്കതിനകത്ത് എഴുതി വെക്കാം. ജേർണലിങ്ങിൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തുടക്കത്തിൽ തന്നെ എല്ലാ ദിവസവും എഴുതണം എന്നൊക്കെ വാശി പിടിച്ചാൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞാൻ ജേർണൽ ചെയ്യും എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 3 ദിവസമോ. അങ്ങനെ നമുക്ക് ചെറിയ ഗോൾസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നമുക്ക് കുറച്ചൊരു ഓവർവെൽംഡ് ആയിട്ട് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ജേർണൽ എന്ന് പറയുന്ന ടൂളിനെ ആശ്രയിക്കുക എന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. അപ്പോൾ എന്തായാലും തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒന്ന് തുടങ്ങി നമ്മളൊന്ന് എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് തരുന്ന ക്ലാരിറ്റി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറുകളും പാറ്റേണുകളും ഇത്ര വിലയുള്ള ഡയറിയും പേനയും ഒന്നും വേണമെന്നില്ല. നമുക്കൊരു സാധാരണ നോട്ട്ബുക്കും പേനയും എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു സമയത്തിരുന്ന് നമ്മുടെ ഉള്ളിനോട് സംവദിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ജേർണലിംഗ്. അപ്പോൾ പ്ലീസ് സ്റ്റാർട്ട് ജേർണലിംഗ് എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. പക്ഷേ ഈ എഴുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എഴുതുന്ന പരിപാടി ഒട്ടും വർക്കാവാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളപ്പോഴും ഓക്കെ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് ഇതല്ല എനിക്കുള്ള ടൂൾ, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുന്നതും
ടോട്ടലി ഓക്കെ ആണ്. ഈ ജേർണലിംഗ് പോലെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാനും ക്ലാരിറ്റി കൊണ്ടുവരാനും ഒക്കെയുള്ള ടൂളുകളാണ് എന്ന് പറയുമ്പോഴും ഇതിനൊക്കെ അപ്പുറത്ത് ഡീപ്പായിട്ട് നമ്മൾ പോയിട്ട് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില ഇന്നർ വർക്കുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്ത് ഉള്ള നമ്മുടെ ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് കണക്ട് ടു അവർ ടീം. നമ്മുടെ ബിക്കമിങ്ങിൻ്റെ ടീം ഉണ്ട്. നിങ്ങൾക്ക് കോച്ചിങ് ആയിക്കോട്ടെ, തെറപ്പി ആയിക്കോട്ടെ പോലുള്ള സർവീസസ് തരാൻ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം, ഓർ നമ്മുടെ ടീം ബിക്കമിങ്ങിനെയും കണക്ട് ചെയ്യാം. അപ്പോൾ ഹാപ്പി ജേർണലിംഗ്.